നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിശാസ്ത്രം പറയുന്നത് ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും യാദൃശ്ചികമല്ല. നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ കാണാൻ വന്നത് പോലും ഒരു എനർജി അലൈൻമെന്റ് ആണ്. ബ്രഹ്മാണ്ടത്തിലുള്ള ഊർജം, ഗ്രഹങ്ങളുടെ ചലനം, നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന്റെ തരംഗം, ഇവയെല്ലാം ഇപ്പോൾ ഒരു പ്രത്യേക സന്ദേശം നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. ശനി, ഗുരു, രാഹു ഈ ഗ്രഹങ്ങളുടെ നിലവിലെ ഗതി പലരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഘട്ടമാണ്. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വാതില് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രതികരണമാണ്. അത് നിങ്ങളുടെ ഗ്രഹബലം ഏത് ദിശയിലാണെന്ന് സൂചിപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. 3 ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. ദീർഘനിശ്വാസം എടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ചിന്തിക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കാര്യം അത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ശേഷം കണ്ണുകൾ തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ 3 വാതിലുകൾ നിങ്ങൾക്ക് കാണാം. ഒന്നാമതായിട്ട് സ്വർണ്ണ ഊർജം പ്രവഹിക്കുന്ന വാതിലാണ്. രണ്ടാമതായിട്ട് വെള്ള ദിവ്യപ്രകാശമാണ്. മൂന്നാമതായിട്ട് നീല ഗൂഢശക്തിയെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ ഒരു ചിത്രത്തിൽ ഏതിലേക്കാണോ ആകർഷിക്കപ്പെടുന്നത് ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പല സംഭവങ്ങളും, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതും നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾ എത്രാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. കാരണം ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഗുരുവിൻ്റെ അനുഗ്രഹഘട്ടം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഈ വാതിൽ തിരഞ്ഞെടുക്കുന്നവർ ഒരിക്കലും ഇത് യാദൃശ്ചികമായി തിരഞ്ഞെടുത്തതല്ല. ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വിപുലീകരണ ഊർജം സജീവമാകുന്ന ഘട്ടമാണ്. ഈ ഊർജത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രഹം ഗുരുവാണ്. ഗുരു എന്നത് വെറും ഒരു ഗ്രഹം മാത്രമല്ല, ജ്ഞാനം, വളർച്ച, ഭാഗ്യം, ദൈവാനുഗ്രഹം എന്നിവയുടെ പ്രതീകമാണ്. നിങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഫലം വൈകുന്നത്, അവസരം അടുത്തെത്തിയപ്പോൾ മടങ്ങിപ്പോയത്, മറ്റുള്ളവർ മുന്നേറുന്നത് കണ്ട് നിരാശ, എനിക്ക് എപ്പോഴാണ് സമയം വരുന്നത് എന്ന ചിന്ത, ഇതെല്ലാം ഗുരുവിൻ്റെ വൈകിയ അനുഗ്രഹഘട്ടത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഗുരു ഒരിക്കലും നിഷേധിക്കില്ല, അവൻ വൈകിപ്പിക്കും. കാരണം നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഗുരുവിൻ്റെ തരംഗം മാറുകയാണ്. അടുത്ത 3 മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും. ഒരു വലിയ അവസരം നിങ്ങളെ തേടിയെത്താം. ഒരു മെന്റർ അല്ലെങ്കിൽ സീനിയർ വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കാം. വിദ്യാഭ്യാസ കാര്യത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ മുന്നേറ്റം ഉണ്ടാകാം. വിവാഹ ബന്ധകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാം. ബിസിനസ്സിൽ വികസനം ഉണ്ടാകാം. നിങ്ങൾക്ക് തോന്നാം ഇത് ഇത്ര എളുപ്പമായി നടക്കുമോ എന്നുള്ളത്. കാരണം നിങ്ങളുടെ ടൈമിങ് മാറുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഈ വാതിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് കരിയർ മേഖലയിൽ വലിയ മാറ്റം വരാം. പ്രൊമോഷൻ ലഭിക്കാം. ജോലിയിലെ സ്ഥാനം മെച്ചപ്പെടൽ, വിദേശ അവസരങ്ങൾ ലഭിക്കാം. പുതിയ ബിസിനസ് ഐഡിയകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. നിങ്ങൾ ഏറെ നാളായിട്ട് ആലോചിച്ചിരുന്ന ഒരു പദ്ധതി ഇപ്പോൾ ആരംഭിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. ഗുരു നൽകുന്നത് സഡൻ ലോട്ടറി അല്ല, സ്ഥിരതയുള്ള വളർച്ചയാണ്. ധനകാര്യത്തിൽ കടം കുറയും. അതുപോലെ തന്നെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പതിയെ കുറഞ്ഞു തുടങ്ങും. ഒരു വലിയ പർച്ചേസിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വ്യാഴാഴ്ച ദിവസം ചെറിയ ഒരു ദാനം, അതായത് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ദാനം ചെയ്യുക. നിങ്ങൾക്ക് എത്ര ചെറിയതാണെങ്കിലും ഒരു ദാനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം അത് ചെയ്യുക, ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറം ഉപയോഗിക്കുക. അതും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഇനി അതുപോലെ തന്നെ ഗുരു വിവാഹത്തിൻ്റെ കാരകനാണ്.
ഇപ്പോൾ വിവാഹം നടക്കാത്തവർക്ക്, വിവാഹം വൈകുന്നവർക്ക്, വിവാഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നവർക്ക്, ബന്ധത്തിൽ ക്ലാരിറ്റി ഇല്ലാത്തവർക്ക്, കുടുംബത്തിൽ അംഗീകാരം ലഭിക്കാത്തവർക്ക്, തെറ്റിദ്ധാരണയുള്ളവർക്ക്, അതൊക്കെയും മാറി എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങളുടെ ബന്ധത്തിൽ സന്തോഷം കടന്നു വരും. ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ജ്ഞാനമുള്ള, സ്ഥിരതയുള്ള, ഉത്തരവാദിത്വമുള്ള ഒരാൾ. ഇനി അതുപോലെ തന്നെ ഗുരുബലമുള്ളവർക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തേക്കൊക്കെ പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം വന്നു ചേരും. ജോബ് റീലൊക്കേഷൻ ഉണ്ടാവാം. സ്പിരിച്വൽ ട്രാവലിങ്ങിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഒരു ദീർഘയാത്ര നിങ്ങളുടെ ജീവിത ദിശ തന്നെ മാറ്റാം എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ധ്യാനത്തിലേക്ക് ആകർഷണം തോന്നാം, ശാസ്ത്ര പഠനത്തിൽ താല്പര്യം തോന്നാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട്. നല്ലതും ചീത്തയും നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാവരുത്. അമിത വിശ്വാസത്തിൽ വലിയ റിസ്ക് എടുക്കരുത്. എല്ലാവരെയും ബ്ലൈൻഡായി വിശ്വസിക്കരുത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സമയം സംബന്ധിച്ച സൂചനകളെ കുറിച്ചാണ് പറയുന്നത്. 3, 6, 9 ഈ നമ്പറുകൾ നിങ്ങളുടെ ഭാഗ്യചക്രത്തിൽ സജീവമാണ്. 3 ആഴ്ച, 6 മാസം അല്ലെങ്കിൽ 9 തീയതി ഈ സമയങ്ങളിൽ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ശക്തമായ പരിഹാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വ്യാഴാഴ്ച ദിവസത്തിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. വ്യാഴാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് സൂര്യോദയത്തിന് മുന്നേ ആയിട്ട് വീട്ടിലൊരു ദീപം തെളിയിക്കുക. മഞ്ഞ വസ്ത്രം ധരിക്കുക. കുട്ടികൾക്ക് പഠന സഹായം നൽകുക. ഓം ഗുരുവേ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കുക. ഈ ഒരു മന്ത്രം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു മന്ത്രമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഓം ഗുരുവേ നമ എന്ന മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വാതിൽ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ എക്സ്പാൻഷൻ ഫേസിൽ പ്രവേശിക്കുന്നതിന്റെ അടയാളമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം ഉയരാൻ പോവുകയാണ്. ഓർക്കണം, ജ്യോതിഷം സാധ്യതയാണ് പറയുന്നത്. പ്രവർത്തനം നിങ്ങളുടേതാണ്. പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ സമയം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2ാം നമ്പർ വാതിലാണെങ്കിൽ നിങ്ങൾ ശക്തരാണ്. എന്തുകൊണ്ടെന്ന് അറിയാമോ? കാരണം നിങ്ങൾ ശനി പരീക്ഷണം കടന്നുപോയ ആളാണ്. ജ്യോതിഷത്തിലെ ഏറ്റവും തെറ്റായി മനസ്സിലാക്കപ്പെടുന്ന ഗ്രഹമാണ് ശനി. പലർക്കും ശനിയെ ഭയമാണ്. പക്ഷെ സത്യം എന്തെന്നാൽ ശനി ശിക്ഷിക്കാൻ വരുന്നില്ല, ശുദ്ധീകരിക്കാനാണ് വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷക്കാലം നിങ്ങൾ സ്ഥിരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട്. ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഫലങ്ങൾ വൈകിയിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളിൽ അകൽച്ച സംഭവിച്ചിട്ടുണ്ട്. വിശ്വസിച്ച ആളിൽ നിന്നും നിങ്ങൾക്ക് നിരാശ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിരിക്കാം, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? ഇത് ശനി നൽകുന്ന കാർമിക് ബാലൻസിംഗ് ഘട്ടമാണ്. ശനി നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമ, ഉത്തരവാദിത്വം, ശാന്തത, ആത്മവിശ്വാസം എന്നിവയാണ്. ശനി ആദ്യം ഇതൊക്കെയും എടുത്തങ്ങ് പോകും, പിന്നീട് സ്ഥിരതയോടെ തിരിച്ചു നൽകും. ഇപ്പോൾ നിങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നിങ്ങൾക്ക് മാറ്റം ആരംഭിക്കുകയാണ്. ഇനി ജീവിതത്തിൽ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി വരും. അടുത്ത 3 മുതൽ 8 മാസത്തിനുള്ളിൽ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കും. ഒരു പുതിയ ജോലി അല്ലെങ്കിൽ ഒരു പുതിയ ഉത്തരവാദിത്വം നിങ്ങളെ തേടിയെത്തും. കുടുംബത്തിൽ സമാധാനം കൈവരും. ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ശനി നൽകുന്നത് സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും, പക്ഷെ അത് സ്റ്റേബിൾ ആയിരിക്കും അല്ലെങ്കിൽ സോളിഡ് ഗ്രോത്ത് ആയിരിക്കും. ഇനി പെട്ടെന്ന് വലിയ ജമ്പില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. പക്ഷേ നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഉറപ്പുള്ള ഉയർച്ചയായിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പറയാം. ശനി പാർഷ്യൽ പ്ലാനറ്റ് ആണ്. ഇനി നിങ്ങൾക്ക് സ്ഥിരതയുള്ള ജോലി ലഭിക്കും. പഴയ കടങ്ങൾ ക്രമമായിട്ട് തീർക്കാൻ സാധിക്കും. ഒരു സേവിങ്സ് ഹാബിറ്റ് തുടങ്ങാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ നഷ്ടങ്ങളൊക്കെയും നികത്തിക്കൊണ്ട് പതിയെ റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
നിങ്ങളുടെ കഠിനാധ്വാനം ഇപ്പോൾ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ശനികാലത്ത് പല ബന്ധങ്ങളും പരീക്ഷിക്കപ്പെടും. ഇപ്പോൾ തെറ്റിദ്ധാരണ മാറാൻ പോവുകയാണ്. നിങ്ങളോട് പിരിഞ്ഞ ആളുകൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവുകയാണ്. പഴയ വിരോധങ്ങളൊക്കെയും തീരാൻ പോവുകയാണ്. ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. ഇത്തവണ കൂടുതൽ മെച്യൂരിറ്റിയോടെ ആയിരിക്കും അവർ വരുന്നത്. ശനി നമ്മളെ ഉള്ളിലേക്ക് തിരിയാൻ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ധ്യാനത്തിലേക്ക് ആകർഷണം തോന്നാം. ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാനുള്ള താല്പര്യം തോന്നാം. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരിക്കലും ഡിപ്രഷൻ അല്ല, ഇത് സ്പിരിച്വൽ മെച്യൂരിറ്റി ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് നൽകുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. ശനി അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പഴയ പിഴവുകൾ ഇനി നിങ്ങൾ ആവർത്തിക്കരുത്. തെറ്റായ ഷോർട്ട് കട്ട്സ് എടുക്കരുത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ വരുത്തരുത്. ശനി ഡിസിപ്ലിൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് സമയം നൽകുന്ന സൂചനകളെക്കുറിച്ച് പറയാം. 8, 17, 26 ഈ തീയതികളിൽ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്താം. ശനിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. ഇനി അടുത്തതായിട്ട് വളരെ ശക്തമായിട്ടുള്ള പരിഹാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ. ഈ പരിഹാരം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത എള്ള് ദാനം നൽകുക. കാക്കകൾക്ക് ഭക്ഷണം നൽകുക. വീട്ടിൽ എപ്പോഴും ശുചിത്വം പാലിക്കുക. വീടെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഓം ശനൈശ്വരായ നമഃ എന്ന മന്ത്രം 108 തവണ നിത്യവും ജപിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ദുഃഖങ്ങൾ ഇല്ലാതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരും. നിങ്ങൾ ഈ വാതിൽ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിരതയുടെ തുടക്കമാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ ഒരിക്കലും പഴയ ആളല്ല. ശനി നിങ്ങളെ ശക്തമാക്കി എന്നതാണ് സത്യം. ഇനി നിങ്ങൾക്ക് സ്ഥിരത, ആത്മവിശ്വാസം, മാനസിക സമാധാനം എന്നിവ വന്നു ചേരും. എന്നാൽ നിങ്ങൾ ഓർക്കണം, ശനി വൈകിപ്പിക്കും, പക്ഷേ നിഷേധിക്കില്ല. അപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക, എൻ്റെ പരീക്ഷണം അവസാനിക്കുന്നു എന്നുള്ളത്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ സ്ഥിരതാഘട്ടം ആരംഭിക്കുകയാണ്. നിങ്ങൾ ഈ സന്ദേശത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓം ശനൈശ്വരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ വാതിൽ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 3-ാം നമ്പർ വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാം നമ്പർ വാതിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സാധാരണ രീതിയിൽ പോകുന്നില്ല എന്നതാണ് സത്യം. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം, എൻ്റെ ജീവിതം എങ്ങനെ ഇത്ര അൺപ്രഡിക്റ്റബിൾ ആയി എന്നുള്ളത്. ജ്യോതിഷത്തിലെ ഇതിന് പ്രധാന കാരണം 2 ശക്തികളാണ്, രാഹു, കേതു. ഇവയെ ഷാഡോ പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവ ഫലങ്ങൾ കൊടുക്കുന്നത് നേരിട്ടല്ല, കർമ്മ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ കഴിഞ്ഞ ഘട്ടത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. രാഹു, കേതു സജീവമായിരുന്നെങ്കിൽ പെട്ടെന്നുള്ള ജോലി മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിത ബന്ധവിരാമം നടന്നിട്ടുണ്ട്. സാമ്പത്തിക ഉയർച്ചയും താഴ്ചയും നടന്നിട്ടുണ്ട്. വിദേശം അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടായിട്ടുണ്ട്. ആത്മീയ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും സ്റ്റെബിലിറ്റി അന്വേഷിച്ചു, പക്ഷെ ജീവിതം നിങ്ങളെ മാറ്റങ്ങളിലേക്ക് തള്ളിയിട്ടു എന്നതാണ് സത്യം. ഇത് ഒരിക്കലും ഒരു ഡിസ്ട്രക്ഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ ആണ്. രാഹു ദിശ മാറ്റുന്നു, കേതു അറ്റാച്ച്മെന്റ് കുറയ്ക്കുന്നു. ഇനി അടുത്ത 6 മുതൽ 9 മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ഒരു പുതിയ അവസരം വന്നു ചേരും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരും. അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത നിങ്ങളെ തേടിയെത്തും. സഡൻ ആയിട്ടുള്ള ഒരു ദിശമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു ഫൈനാൻഷ്യൽ മൂവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇത് നിങ്ങളുടെ പഴയ ജീവിത പാതയിൽ നിന്ന് പുതിയ പാതയിലേക്കുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാഹു എപ്പോഴും സഡൻ ആയിട്ടുള്ള ഒരു റൈസാണ് കൊടുക്കുന്നത്. ഡിജിറ്റൽ ഓൺലൈൻ മേഖലയിലാണെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാവാം. ടെക്നോളജി, ഫോറിൻ കമ്പനിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയുണ്ടാകാം. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, രാഹു ഇല്യൂഷൻ സൃഷ്ടിക്കും എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ 2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു കാർമിക് പാർട്ട്ണർ ലൈഫിലേക്ക് വരാം. പഴയ ബന്ധം പെട്ടെന്ന് അവസാനിക്കാം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന് സാധ്യത കാണുന്നുണ്ട്. ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടാകാം, ഇവനെ അല്ലെങ്കിൽ ഇവളെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ എന്നുള്ളത്. ഇത് ഒരു കാർമിക് കണക്ഷൻ ആണ്, അത് നിങ്ങൾ തിരിച്ചറിയുക. രാഹു ഫോറിൻ പ്ലാനറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ വിദേശ ജോലി, വിദേശയാത്ര, ദൂരെയുള്ള സ്ഥലത്ത് താമസം, ഓൺലൈൻ ഇൻകം, ഒരു സഡൻ ട്രാവല്, ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കേതു സ്പിരിച്വാലിറ്റിയുടെ സൂചകമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷനോട് ആകർഷണം തോന്നാം. പഴയ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം. ആസ്ട്രോളജിയിൽ താല്പര്യം വർദ്ധിക്കാം. ഇതൊരിക്കലും കൺഫ്യൂഷൻ അല്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വാതിൽ തിരഞ്ഞെടുക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. രാഹു കേതു കാലത്ത് എല്ലാവരെയും വിശ്വസിക്കരുത്. ഏതെങ്കിലും കാര്യത്തിലുള്ള ഡോക്യുമെന്റേഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. ഓൺലൈൻ സ്കാം വഴിയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് വളരെയധികം ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ചിലപ്പോൾ കൂടെയുള്ളവർ തന്നെ ചതിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാം. ഇനി അടുത്തതായിട്ട് സമയസൂചനകളെ കുറിച്ചാണ് പറയുന്നത്. 4, 7, 9, 4 മാസം 7 ആഴ്ച 9 തീയതി. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തകൾ വന്നു ചേരാം. നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ശക്തമായിട്ടുള്ള പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ചൊവ്വ, ശനി ദിവസങ്ങളിൽ ധ്യാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. ഓം രാഹവേ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. ഓം കേതവേ നമഃ എന്ന മന്ത്രവും നിത്യവും 108 തവണ ജപിക്കുക. ഈ വാതിൽ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ പ്രവേശിച്ചെന്ന സൂചനയാണ് നൽകുന്നത്. നിങ്ങളുടെ ജീവിതം ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ലാതിരിക്കാം, പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. രാഹു നിങ്ങളെ ഉയർത്താം, കേതു നിങ്ങളെ ഉള്ളിൽ ശക്തമാക്കാം. ഭയപ്പെടേണ്ട, ഇത് ഡിസ്ട്രക്ഷൻ അല്ല, റീബർത്ത് ആണ്. ഇപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, എൻ്റെ കർമ്മമാറ്റം ആരംഭിച്ചു. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവ് വരികയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ വാതിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.